തീർച്ചയായും എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് ഒരു വ്യത്യസ്തമായുള്ള കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പ്രായമായി വരുന്നവർ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് പേരുണ്ടാവില്ലേ. ചിലപ്പോൾ അമ്മ കാണും, അച്ഛൻ കാണും, അമ്മൂമ്മ കാണും, അപ്പൂപ്പൻ കാണും, അങ്ങനെ പലരും കാണും നമ്മുടെ വീട്ടിൽ. നമ്മുടെ മുൻ തലമുറയാണെങ്കിൽ അവരെയൊക്കെ വളരെ നന്നായിട്ട് തന്നെയാണ് പരിപാലിച്ചിട്ടുള്ളത്. നമുക്കതിന് ഒരുപാടധികം ഉദാഹരണങ്ങൾ കാണുവാനുമുണ്ട്. പക്ഷെ ഇപ്പം വരുന്ന തലമുറയിൽ നിന്നും ഒരുപാടധികം പോരായ്മകൾ നമുക്ക് വരുന്നുണ്ട്. നാട്ടിൽ ഒരുപാടധികം വൃദ്ധസദനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ. കേരളത്തിൽ ഒരുപാടധികം വൃദ്ധസദനങ്ങളുണ്ട്. മാത്രമല്ല, കേരളത്തിൽ ഒട്ടനവധി വൃദ്ധരായിട്ടുള്ള ആൾക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വാർത്തകളിലൂടെ കണ്ടിട്ടുള്ളതാണ്. ഇപ്പം ഇന്നലെ വർക്കലയിൽ നടന്നൊരു സംഭവമാണ്. മുൻപ് തന്നെ മകള് ആ മാതാപിതാക്കളെ പുറത്താക്കി. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ സ്റ്റേഷനിൽ ഒരു കേസൊക്കെ ഫയൽ ചെയ്തു. കളക്ടറുമായിട്ട് സംസാരിച്ചു. വീട്ടിലേക്ക് അവരെ സ്വീകരിക്കണം എന്ന് കളക്ടർ സംസാരിച്ചു. അങ്ങനെ സ്വീകരിക്കാമെന്നൊക്കെ പറഞ്ഞ് മകൾ നേരെ വീട്ടിലേക്ക് വരികയാണ്. അച്ഛനും അമ്മയും എത്തുന്നതിന് മുൻപേ മകൾ വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, വീട്ടിൻ്റെ മുന്നിലുള്ള ഗേറ്റ് ലോക്ക് ചെയ്യുക ചെയ്തത്. മാതാപിതാക്കൾ എത്തിയതിന് ശേഷം അവർക്ക് അകത്തേക്ക് കയറാൻ കഴിഞ്ഞില്ല. അങ്ങനെ തടിച്ചുകൂടിയ ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് മകൾ ഇവരെ പുറത്താക്കിയതാണ് എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ പോലീസൊക്കെ വന്ന് പോലീസ് ഗേറ്റ് ചാടിക്കടന്നാണ് ആ മകളോട് സംസാരിക്കാൻ വേണ്ടി ചെന്നത്. ഒരു കാരണവശാലും ആ മാതാപിതാക്കളെ വീട്ടിലേക്ക് കയറ്റത്തില്ലെന്നാണ് ആ മകൾ പറഞ്ഞത്. നാളെ സമയത്ത് ഈ മകൾക്കുള്ള കുഞ്ഞുങ്ങളും എങ്ങനെയായിരിക്കും ഇവരോട് പെരുമാറുന്നത്? കാരണം ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠം ഇതാണ്. സ്വന്തം മാതാപിതാക്കളെ നോക്കണ്ട, പ്രായമായി കഴിഞ്ഞാൽ അവരെ പുറത്താക്കുക എന്നുള്ളതാണ് ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നാളെ സമയത്ത് ഈ വളർന്നു വരുന്ന കുട്ടികളും ഇവരുടെ അടുത്ത് ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ കാണിക്കുന്നത്? ഇവർ പ്രത്യേകിച്ച് എന്താണ് ഇവരുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? അതും ആ അച്ഛനെന്ന് പറഞ്ഞാൽ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. ക്യാൻസറിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ്. അങ്ങനെയുള്ള സമയത്താണ് ഈ മകൾ ഇത്തരത്തിലുള്ള പ്രവൃത്തി ഈ മാതാപിതാക്കളോട് ചെയ്യുന്നത്. കേരളത്തിൽ സത്യത്തിൽ വൈകല്യമുള്ള, അതായത് ശാരീരിക വൈകല്യമല്ല, മാനസിക വൈകല്യമുള്ള ഒരുപാട് പേര് ഇപ്പോൾ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം സ്വന്തം വീട്ടിലുള്ള ആൾക്കാരോട് സ്നേഹമില്ല, ബഹുമാനമില്ല, അവരെങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്താകണം. ഒരു പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ വീടിൻ്റെ ബാധ്യതയായി മാറുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കേരളത്തിൽ ഒരുപാടധികം വൃദ്ധസദനങ്ങളുണ്ട്. എന്തിനാണ് വഴിയിലേക്ക് ഇറക്കി വിടുന്നത്? അതിന് പകരം ആ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയാൽ പോരെ. ചിലപ്പോൾ അവിടെ കൊണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊരു ഡൊണേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പം അതിന് പൈസ ചിലവാകും എന്നുള്ള പേടി കൊണ്ടാവാം ഇത്തരത്തിലുള്ള പ്രവർത്തികൾ എന്തായാലും ചെയ്യുന്നത്. പക്ഷേ ഇത് സമൂഹത്തിൽ ഇപ്പം വളരെ വേഗത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിന് മുൻപും ഇത്തരത്തിലുള്ള ഒട്ടനവധി കേസുകൾ നമ്മുടെ കേരളത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാടധികം കേസുകൾ നമ്മൾ ന്യൂസ് ചാനൽ വഴി കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ വളരെ വൃത്തികെട്ട രീതിയിലാണ് നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. കാരണം മാനസിക വൈകല്യമുള്ള ഒരുപാട് പേര് കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വൃദ്ധരായ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തന്നെ മുന്നോട്ട് വന്ന് അതിനുള്ള നടപടിയും കാര്യങ്ങളും സ്വീകരിക്കണം. മാത്രമല്ല, ഈ വീടുകളിലൊക്കെ ഹെൽത്തിൽ നിന്നും വൃദ്ധരായ ആൾക്കാരെ സന്ദർശിച്ച് അവരുടെ ഹെൽത്തും കാര്യങ്ങൾ എങ്ങനെയാണെന്നും അവരുടെ മാനസിക നില എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. കാരണം ഒട്ടനവധി പേര് ഈ പ്രായം ചെല്ലുന്ന സമയത്ത് വീട്ടിലുള്ള ആളുകൾ കാരണം, സ്വന്തം മകൾ കാരണം, മകൻ കാരണം, അല്ലെങ്കിൽ മരുമകൾ കാരണം ഒക്കെ ഉപദ്രവങ്ങൾ ഏൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വന്തം മകൻ തന്നെ അമ്മേനെ പ്രായമായ സമയത്ത് കൊന്ന് കുഴിയെടുത്ത് ആ കുഴിക്കകത്ത് നെട്ടനെ നിർത്തിയിട്ട് മണ്ണിട്ട് മൂടിയ സംഭവങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ ഒരുപാടധികം നമ്മൾ കേട്ടിട്ടുള്ളതാണ്.
അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് ശക്തമായൊരു നടപടി സ്വീകരിക്കണമെന്നാണ്. മാത്രമല്ല ഒരച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് ഒരാൾക്ക് ഇറക്കി വിടാൻ പറ്റാത്ത രീതിയിലുള്ള നിയമങ്ങൾ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരണമെന്നാണ് പറയാനുള്ളത്. കാരണം പെട്ടെന്ന് തന്നെ ഒരു മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ അവർ എങ്ങോട്ടായിരിക്കും പോകുന്നത്? കാരണം അത്രയും നാൾ അവർ താമസിച്ചൊരു വീടാണ്, വേറെ ചെന്നേറാൻ അവർക്ക് ഇടയില്ല. അപ്പോൾ ഇത്തരത്തിൽ സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ശക്തമായ ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മാത്രമല്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.